ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഡയറ്റൊക്കെ ഒന്ന് തെറ്റുന്ന സമയമാണ്, ഫെസ്റ്റിവൽ സീസണൊക്കെ അല്ലേ. അല്ലേ തന്നെ നമുക്ക് ബ്ലോട്ടഡ് സ്റ്റൊമക്ക് ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് ഡയറ്റൊക്കെ എക്സ്ട്രാ സ്വീറ്റും നെയ്യും അതും ഒക്കെ കഴിച്ചിട്ട് 2 ദിവസം കൊണ്ട് തന്നെ 2 കിലോ കയറാൻ ഏറ്റവും എളുപ്പമാണ്. പക്ഷേ ഈ 2 കിലോ കുറയ്ക്കണമെങ്കിൽ നമ്മൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമെങ്കിലും വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഏജൊക്കെ ആകുമ്പോൾ നമ്മളുടെ മെറ്റബോളിസം കുറവായതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും തന്നെ നമ്മുടെ ശരീരത്തോട്ട് വലിച്ചെടുക്കാതെ നമ്മൾക്ക് അസിഡിറ്റി ഉണ്ടായി, ബ്ലോട്ടിംഗ് സ്റ്റൊമക്ക് ഉണ്ടായി, നമുക്ക് വയറിങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമുക്കതൊരു ചെറിയ ഡിസ്റ്റർബൻസ് തന്നെയാണ്. നമ്മളുടെ മേൽ വയറ് വരെ പൊങ്ങി നിൽക്കുന്നത്. അടിവയർ ഓക്കെ, അബ്ഡമൻ നമ്മൾക്ക് കുട്ടിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ച് വയറ് കാണും. എന്നാലും അത് എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ കുറയ്ക്കാവുന്നത് തന്നെയാണ്. പക്ഷേ ബ്ലോട്ടഡ് സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ നിറയെ പേർക്ക് സാരിയൊക്കെ എടുക്കുമ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെയൊക്കെ കാണത്തില്ലേ. അങ്ങനെ സ്റ്റൊമക്ക് നമുക്ക് ബ്ലോട്ട് ആകാതെ വെക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾക്ക് എക്സസൈസും ചെയ്യണം, അതൊരു വലിയ സത്യം തന്നെയാണ്. അതേസമയം നമ്മൾക്ക് ബ്ലോട്ടഡ് സ്റ്റൊമക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ബാർലി പഴയ കാലത്തെ ആയുർവേദ ചികിത്സയിലും ആയുർവേദ ആചാര്യന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒന്ന് തന്നെയാണ് ബാർലി. നമ്മളുടെ ബോഡിയെ കൂൾ ചെയ്യാനും നമ്മളുടെ വയറ്റിനകത്ത് പിത്തത്തിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയും ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിത്തമൊക്കെ ഒരുപാടുള്ളവർക്കാണ് ഫേസ് മാത്രം ബ്ലാക്ക് ആവുന്നത്. ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഈ ലൈറ്റ് ഡിസ്റ്റർബ് ആവുന്നു. ഐ വിൽ ടേൺ ദിസ് സൈഡ്. എനിക്ക് ഡയറക്റ്റായിട്ട് ലൈറ്റ് കണ്ണിലടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ഷൂട്ടാവും. അതൊരു വലിയ പ്രശ്നമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് വയ്ക്കാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എനിക്ക് പ്രശ്നമാകും. ഞാൻ ചിലപ്പോഴൊക്കെ രാത്രിയിൽ യെല്ലോ കളർ കൂളിംഗ് ഗ്ലാസ്, ഇറ്റ്സ് നോട്ട് എ കൂളിംഗ് ഗ്ലാസ്, യെല്ലോ കളറൊക്കെ വെച്ച് വയ്ക്കും. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ബാർലി നമ്മൾക്ക് നല്ല ഒരു ഏജൻ്റാണ് നമ്മളുടെ സ്റ്റൊമക്കിനെ ഒന്ന് കാണിക്കാനായിട്ട്, അത് ഒട്ടി കാണിക്കാനായിട്ട്, വയറ് കുറയ്ക്കാനായിട്ട് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബാർലി എന്ന് പറയുന്നത്. പക്ഷേ ഈ ബാർലി ഉപയോഗിക്കുന്നതിൽ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് ബാർലി ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന്. ബാർലി നമ്മൾക്ക് ഒരു 2 സ്പൂൺ എടുത്ത് രാത്രി തന്നെ ഒന്ന് കഴുകിയിട്ട് രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾക്ക് കുതിർത്ത് വയ്ക്കാം. കുതിർത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് വെറും വയറ്റിൽ ഇതിനെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്തിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കണം. അതോടൊപ്പം ആ ബാർലിയും കൂടെ കഴിക്കണം. നമ്മൾ എപ്പോഴും ബാർലി വെള്ളം കുടിക്കണം എന്ന് ചിലരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ബാർലി വെള്ളം എന്ന് പറയുന്നത് ആ ബാർലിയും കൂടെ അതാണ് 2 സ്പൂൺ മാത്രം ഇട്ടാൽ മതി എന്ന് പറയുന്നത്. ആ ബാർലിയും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് ഡബിളായിട്ട് പ്രയോജനം കിട്ടുകയാണ് ചെയ്യുന്നത്. ഫൈബർ കിട്ടുന്നുണ്ട്. ബാർലിക്കകത്ത് നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മളുടെ ചർമ്മത്തിനെ നല്ല ഗ്ലോ ആക്കി കാണിക്കും. നമ്മളുടെ ചർമ്മത്തിനെ അത് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കും. ചർമ്മം എന്ന് പറയുമ്പോൾ എക്സ്പെഷ്യലി ഫേസിൻ്റെ ചർമ്മമാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. കൈയിൻ്റെ ഇവിടെ വരുന്ന ചുളിവുകളും അല്ലെങ്കിൽ കൈയൊക്കെ കുറച്ച് ഏജ് ആകുമ്പോൾ നിറയെ പേർക്കും ഇങ്ങനെ ചുളിവുകളൊക്കെ വരില്ലേ, അതൊക്കെ നമുക്ക് ആ ഹൈഡ്രേഷൻ ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് അതിനകത്തെ ഒരു രഹസ്യം. അപ്പോൾ ഒരു ദിവസം ബാർലി വെള്ളം കുടിക്കുക. 5 ദിവസം ആഴ്ചയിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 7 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ദിവസം ബാർലി വെള്ളം കുടിക്കാം. അതായത് നിങ്ങൾക്ക് സൺഡേയും മൺഡേയും ബാർലി വെള്ളം കുടിക്കാം. തലേ ദിവസം തന്നെ വെള്ളത്തിലിടുക, ഒന്ന് ചെറുതായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് നെക്സ്റ്റ് ഡേ ഒന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും ഇറ്റ് വിൽ ബി ഫൈൻ. എന്നിട്ട് ആ വെള്ളം നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കണമെന്നുള്ളതാണ്. വെള്ളവും ആ ബാർലിയും കൂടെ കഴിക്കണം. വേറെ ഒരു ടേസ്റ്റും ഇല്ലാത്ത ഒന്നാണ് ബാർലി. എനിക്കിഷ്ടമാണത് കഴിക്കാൻ. സോ അങ്ങനെ കഴിക്കുന്നത് നിങ്ങൾക്ക് ഫേസിനെ യൂത്ത്ഫുൾ ആക്കി നിർത്താനും ചർമ്മത്തിൻ്റെ നമ്മളുടെ ചർമ്മത്തിൻ്റെ ഗ്ലോ നിലനിർത്താനും. കൊളാജിനൊക്കെ ഒരുപാടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ മെറ്റാബോളിസം ഇൻക്രീസ് ആവാൻ, നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇൻക്രീസ് ആവാനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് വയറ് വീർത്ത് വരുന്നത് കുറഞ്ഞ് വയറൊട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഗുലറായിട്ട് നിങ്ങളൊരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക, നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വയറ് ചൊട്ടുന്നതായിട്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ്.
കരിഞ്ജീരകം ഒരുപാട് കഴിക്കാൻ പറ്റില്ല. കരിഞ്ജീരകം നല്ല ചൂടുള്ള ഒരു സാധനമാണ്. കരിഞ്ജീരകം ഒരു 1/2 സ്പൂൺ എടുക്കുക. ബാർലി കഴിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കരിഞ്ജീരകം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾക്ക് ആ കൂളിംഗ് എഫക്റ്റ് കുറച്ചും കൂടെ നമ്മുടെ ശരീരത്തിന് ഉണ്ടായിരിക്കുന്നതുകൊണ്ട് കുറച്ച് നല്ലതായിരിക്കും. കരിഞ്ജീരകം ഇതുപോലെ തന്നെ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. നെക്സ്റ്റ് ഡേ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒരു ഗ്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് കുടിക്കുന്നത്, വെറും വയറ്റിൽ കുടിക്കുന്നത് നമ്മളുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. നമ്മുടെ ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും വളരെ നല്ലതാണ്. കരിഞ്ജീരകം നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ എന്ന് വെച്ചാൽ പ്രതിരോധ ശക്തി കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ യുവത്വത്തിനെ നിലനിർത്താനായിട്ട് വളരെ നല്ലതാണ് കരിഞ്ജീരകം. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ട് കാലത്തെ പുരാതന ആചാര്യന്മാരൊക്കെ ഈ കരിഞ്ജീരകം ഡെയിലി ഉപയോഗിക്കുന്നവരായിരുന്നു. അത് കുറച്ച് നമ്മളെ കുറച്ച് ആക്റ്റീവായിട്ട് വെക്കാനും സഹായിക്കുന്നതാണ്. ബിക്കോസ് അത് ഹീറ്റിൻ്റെ ഒരു ഏജൻ്റ് ആയതുകൊണ്ട് നമ്മളെ കുറച്ച് ബ്രിസ്കായിട്ടും ആക്റ്റീവായിട്ടും വെക്കാൻ നമുക്കൊരു ഡൾ മൂഡൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ വെക്കാനും വളരെ നല്ലതാണ്. ഇതിനകത്തും ആൻറ്റി ഓക്സിഡൻറ്റ് നിറയുണ്ട്. കരിഞ്ജീരകത്തിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. കരിഞ്ജീരകം കുടിച്ചുകൊണ്ട് ഇനി കുടലിനകത്ത് മുടി വളരുമെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. കരിഞ്ജീരകം എണ്ണ തലയ്ക്ക് മുടി വളരാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കരിഞ്ജീരകത്തിൻ്റെ വെള്ളം. 1/2 സ്പൂൺ മതിയാകും. 1 സ്പൂണൊന്നും എടുക്കേണ്ട. വളരെ കുറച്ച് മാത്രമേ കരിഞ്ജീരകം എടുക്കാവുള്ളൂ. കരിഞ്ജീരകം വളരെ സൂക്ഷിച്ച് കഴിക്കേണ്ട ഒന്നാണ്. 1/2 സ്പൂണിൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. തലേദിവസം വെള്ളത്തിലിടുക. പിറ്റേ ദിവസം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് വയറ് ചൊട്ടാനായിട്ടും ശരീരം ഒന്ന് വലിയാനായിട്ടും നല്ലതാണ്. കാരണം ശരീരത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കുറയും. അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഈ ഫുഡുകളൊക്കെ. ബാർലി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, കരിഞ്ജീരകം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് വണ്ണം കുറച്ചത്. ഞാൻ ഇതൊക്കെ ഹാബിറ്റ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ഒരു ചെറിയ റിസൾട്ട് കിട്ടിയിട്ട് ഫുള്ളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വെറും വയറ്റിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ഡ്രിങ്ക്സാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് കഴിച്ചു നോക്കൂ. ഒരു 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് കഴിച്ചാൽ ഒരു ചെറിയ റിസൾട്ടെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഫേസൊക്കെ ഒന്ന് ഒട്ടി, നമ്മളുടെ ഷോൾഡറിൻ്റെ ഇവിടെ ഒക്കെ ഒന്ന് ഒട്ടി, കൈയൊക്കെ ഒന്ന് മെലിഞ്ഞ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വയറും നന്നായിട്ട് കുറഞ്ഞ്, ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് സാരിയൊക്കെ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒട്ടും വരില്ല. അതുപോലെ ഞാനിപ്പോൾ ബോഡി ഹക്കിങ് ടോപ്സൊക്കെ ഇടാൻ തുടങ്ങി. അതുപോലെ വയറ് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. സോ 1/2 സ്പൂണോ 1/4 ടീസ്പൂണോ കരിഞ്ജീരകം തലേദിവസം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക. ഇത് നിങ്ങൾക്ക് സ്കിന്നിനെ ഗ്ലോ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ശരീരം ഒന്ന് മെലിയാനും വണ്ണം കുറയാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾക്ക് അടുത്ത ദിവസം കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിൽ സർവ്വസാധാരണമായ ജീരകം. ജീരകത്തിനകത്തും നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് മെറ്റാബോളിസം കൂട്ടാനായിട്ടും നിങ്ങളുടെ ഏജ് ലുക്കിനെ തടയാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ക്യുമിൻ സീഡ്. ക്യുമിൻ സീഡും ദഹനത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒന്നാണ്. ക്യുമിൻ സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീരകം. ഓക്കെ, ജീരകം നമ്മളുടെ ദഹനശക്തിയെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന ഒന്നാണ്. ജീരകവും ഇതുപോലെ തന്നെ വെള്ളത്തിലിടണമെന്നില്ല. നിങ്ങൾ ഒരു സ്പൂൺ ജീരകം എടുത്ത് നന്നായിട്ടൊന്ന് വറക്കുക. അതായത് എണ്ണയൊന്നുമില്ലാത്ത പാനിൽ നന്നായിട്ടൊന്ന് വറക്കുക. ആ വറുത്ത പാനിലേക്ക് തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിനെ 1 ഗ്ലാസ് ആക്കുക. ഇവിടെയൊക്കെ അതിന് ജീരക കഷായം എന്നാണ് പറയുന്നത്. അത് ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ച കഴിക്കുക. നമ്മൾ 2 ദിവസം ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വണ്ണം കുറയും. നന്നായിട്ട് നന്നായിട്ട് ഫേസിൻ്റെ സ്വെല്ലിങ്ങും ശരീരത്തിൻ്റെ സ്വെല്ലിങ്ങും ഒക്കെ പോവും. വയറ് വീർത്തിരിക്കുന്നതൊക്കെ പെട്ടെന്ന് ചുങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കിനി അത് അങ്ങനെ കുടിക്കാൻ പറ്റില്ലെങ്കിൽ ചെറുതായിട്ട് അതിനകത്ത് വേണമെങ്കിൽ കരിപ്പട്ടി ഇട്ട് കഴിക്കാം. ഷുഗറൊന്നും ഉണ്ടെങ്കിൽ കരിപ്പട്ടി ഇടാൻ നിൽക്കരുത്. അല്ലെങ്കിൽ കരിപ്പട്ടി ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും നമ്മൾക്കൊന്ന് സ്ലിം ആകാനും ഒക്കെ നല്ലതാണ്. ഇതൊക്കെ നമ്മൾക്ക് സ്ലിം ആകുകയും നമ്മൾക്ക് സ്കിന്നിന് ഗ്ലോ തരികയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ഒന്ന് ബ്രിസ്ക് ആക്കി വെക്കും. അതായത് നമുക്കൊരു മടിയൊന്നും ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കത്തില്ലേ, ഒരു ഡിപ്രഷൻ മൂഡൊക്കെ വരത്തില്ലേ, അതിനെയൊക്കെ മാറ്റാനായിട്ടും ഈ ഡ്രിങ്ക്സ് ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. അതായത് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതാണ് അതിൻ്റെ കാരണം. നമ്മൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും നമ്മളൊന്ന് ആക്റ്റീവ് ആകും, നമ്മളൊന്ന് ചാർജ് ആകും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് ചാർജ് ആകും, നമ്മളൊരു ബ്രിസ്ക് ആകും. അപ്പോൾ നമുക്ക് എല്ലാ ജോലി ചെയ്യാനും അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാൻ മടിയുണ്ടാവില്ല, ഹെയർ കെയർ ചെയ്യാൻ മടിയുണ്ടാവില്ല, അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ അർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്തും. നമ്മൾ തന്നെ കണ്ടെത്തണം, വേറൊരാൾ കൊണ്ടെത്തണം. അല്ലെങ്കിൽ അവർ നന്നായിട്ട് നമ്മളോട് പെരുമാറുന്നില്ല, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്, അതൊക്കെ മണ്ടത്തരാണ് കേട്ടോ. നമ്മൾ തന്നെ
ഇത്ര നാൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള സത്യമാണ് നമ്മൾ മറന്നു പോകുന്നത്. നമ്മുടെ കൂടെ ആരൊക്കെയോ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ബസ്സിൽ ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്ന പോലെ, അല്ലെ ഒരു കാറിൽ ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്ന പോലെ, ട്രെയിനിൽ ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്ന പോലെ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ പേരൻസും നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ മക്കളും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. അത് നമ്മൾ മറന്നു പോയിട്ടാണ് നമ്മൾ ഈ ഡിപ്രഷനിലോട്ട് പോകുന്നത്. അവരെന്നോട് നന്നായിട്ട് പെരുമാറുന്നില്ല, ഇവരെന്നോട് നന്നായിട്ട് പെരുമാറുന്നില്ല, അവർ സ്നേഹിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. നമ്മൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. നമ്മൾക്ക് ഇതൊക്കെ ഈ ഡ്രിങ്ക്സൊക്കെ കഴിക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചൊന്ന് ബ്രിസ്ക് ആകും. നമുക്ക് പെട്ടെന്ന് നമുക്ക് ആലോചിച്ചൊരു സൊല്യൂഷൻ സോൾവ് ചെയ്യാനൊക്കെയുള്ള എനർജി കിട്ടും. ലൈഫിനൊരു അർത്ഥമൊക്കെ ഉണ്ടാകും. ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമ്മുടെ ശരീരം ഒന്ന് റിജിഡ് ആകുമ്പോൾ, ഒന്ന് ആക്റ്റീവ് ആകുമ്പോൾ. അതുപോലെ തന്നെ ചർമ്മത്തിന് നല്ല സൗന്ദര്യം ഉണ്ടാകും. നമ്മളുടെ ഏജ് ഒന്ന് കുറഞ്ഞ പോലെ തോന്നും. കാരണം നമ്മുടെ ജോയിൻറ്റ് പെയിൻസിലൊക്കെ കുറയും. ജോയിൻസിലൊക്കെ കെട്ടി നിൽക്കുന്ന ഗ്യാസ് ഒക്കെ ഇല്ലാതാകും. അപ്പോൾ തന്നെ നമ്മളൊന്ന് റിലാക്സ് ആകും. ഈ എല്ലാ ഡ്രിങ്ക്സും അങ്ങനെയാണ്. ഞാൻ ഇന്ന് പറയുന്ന ഈ 5 ഡ്രിങ്ക്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ ബാർലിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ കലോഞ്ചി കരിഞ്ജീരകത്തിനെ കുറിച്ച് പറഞ്ഞു, ക്യുമിൻ സീഡ് ജീരകത്തിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. പക്ഷേ കുറേ അതിൻ്റെ അളവുകൾക്കൊക്കെ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. ആദ്യം ഒരു ദിവസം ബാർലി കഴിക്കൂ, രണ്ടാമത് കരിഞ്ജീരകം കഴിക്കൂ. വെള്ളമാണ് കേട്ടോ, വെള്ളം. ബാർലിയോടുകൂടെ തന്നെ കഴിക്കണം. ജീരകവും അത് മൊത്തം കഴിക്കാം. കരിഞ്ജീരകം നിങ്ങൾക്കങ്ങനെ അരിച്ചിട്ട് കഴിച്ചാൽ മതി. അങ്ങനെ ഓരോ ദിവസം ഓരോ ഡ്രിങ്ക് കഴിക്കാം. പിന്നെ നമ്മൾ കഴിക്കാവുന്ന ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ജിഞ്ചറാണ്, അതായത് ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഒന്ന് ചാർജ് ആക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു ബ്ലാക്ക് ടീയിൽ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചിട്ടിട്ട് കുടിച്ച് നോക്കൂ. പെട്ടെന്ന് നമുക്ക് മൂഡൊന്ന് ഓണാകും, അല്ലേ? നമ്മൾ ഡിപ്രഷനായിട്ടിരിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെ തലവേദന ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് മാറ്റും. അത്രയ്ക്കും നല്ലതാണ് ഇഞ്ചി. എന്താണെന്നറിയോ? കാരണം നമ്മളുടെ വയറ് ക്ലീൻ ആവുന്നത് കൊണ്ടാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ ഹെൽത്തിൻ്റെ പകുതി ഭാഗവും നമ്മുടെ വയറ്റിൽ നിന്നാണ് സംഭവിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് കളർ കുറയും. ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട്, എനിക്ക് നല്ല കളറുണ്ട്, അല്ലെ കളർ ഉണ്ടായിരുന്നു, എൻ്റെ ഫേസ് ബ്ലാക്ക് ആവുന്നു. ഇതിൽ ഒരു ഡിസ്ക്ലൈമർ ഞാൻ പറഞ്ഞോട്ടെ, ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് ബ്ലാക്ക് ആകും കേട്ടോ. അതല്ലാതെ നമ്മളുടെ വയറ്റിനകത്ത് പിത്തത്തിൻ്റെ എഫക്റ്റ് കൂടുമ്പോഴാണ് നമ്മൾക്ക് ബ്ലാക്ക് കളർ ഫേസിൽ കൂടുതൽ വരിക. അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ ഡ്രിങ്ക്സൊക്കെ ഒന്ന് കഴിച്ച് എല്ലാ ദിവസവും കഴിക്കണം. രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ശരീരത്തിൽ കുറച്ച് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ, നമുക്ക് ഗ്യാസ് കൊണ്ട് നമുക്ക് കൈവേദന, കാലുവേദന, നെഞ്ചുവേദന, തലവേദന, കഴുത്ത് വേദന ഒക്കെ വരും, അല്ലേ? പുറത്തൊക്കെ ഒന്ന് ആരെങ്കിലും മസാജ് ചെയ്യുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഗ്യാസ് പോലെ വരും, അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മളെ റിജിഡാക്കി എടുക്കാനായിട്ട് ഈ ഡ്രിങ്ക്സ് എല്ലാം വളരെ നല്ലതാണ്. ഇഞ്ചി നമുക്ക് ഇതേപോലെ തന്നെ ചെറുതായിട്ട് ചതച്ചിട്ടോ തുരുവി എടുത്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ജിഞ്ചർ വാട്ടർ കഴിക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് ഇങ്ങനെ പറ്റില്ല എന്നുള്ളവർക്ക് ചുക്കുപൊടി കിട്ടും. ചുക്കുപൊടി എടുത്തിട്ട് ഒരു 3 സ്പൂൺ ചുക്കുപൊടിയിലേക്ക് 1 സ്പൂൺ കരിപ്പെട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിങ്ങനെ നമ്മൾ പുട്ടിന് കുഴക്കത്തില്ലേ, വെള്ളം ഒഴിക്കരുത്, അല്ലാതെ തന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ഡബ്ബയിലിട്ട് വയ്ക്കുക. അതിൽ നിന്ന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുന്നു. നമ്മളുടെ ശരീരത്തിനെ ഒന്ന് ലൈറ്റ് വെയിറ്റ് ആക്കാനും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നീര് വെച്ച ശരീരത്തിന് നീരുകളൊക്കെ ഒന്ന് കുറയ്ക്കാനും ഫേസിൻ്റെ ജോ ലൈൻസ് ഒക്കെ തെളിഞ്ഞ് കാണാനും നമ്മളുടെ ഷോൾഡർ ബോൺസ് ഒക്കെ കാണാനും, അതായത് നീര് പറ്റുമ്പോൾ ഇതൊക്കെ തന്നെത്താൻ സംഭവിക്കുന്ന കാര്യങ്ങൾ, വയറ് കുറയാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ദിവസം കഴിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവരരുത്. ഒരു ദിവസം കൊണ്ട് ഒരു മാജിക്കും സംഭവിക്കുന്ന ലോകം ഇവിടെ ഇല്ല കേട്ടോ. അത് എന്നോടൊരാൾ ഇന്നാണെന്ന് തോന്നുന്നു മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ഞാൻ എന്തോ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ 1 മാസമായിട്ടോ 20 ദിവസമായിട്ട് ഉപയോഗിക്കുന്നു, എൻ്റെ ഫേസ് വെളുത്തില്ല. നമ്മളുടേത് കെമിക്കലല്ല. ഇനി കെമിക്കലാണെങ്കിൽ പോലും അതിനൊരു സമയം വേണം. അതല്ലാതെ 1 2 ഒരാഴ്ച കൊണ്ട് വെളുക്കുന്നതിന് നിങ്ങളുടെ കിഡ്നിയൊക്കെ അടിച്ചു പോകും. അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇതിന് കുറച്ച് സമയം വേണം. കാരണം ഇത്ര നാൾ സ്കിൻ കെയർ ചെയ്യാതെ ആദ്യമായിട്ടൊരു സാധനം ചെയ്യുവാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 months അതിന് കൊടുക്കണം. ആ 3 monthsനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, +2 പഠിക്കുമ്പോഴൊക്കെയാണ് നമ്മളുടെ സ്കിൻ കെയർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളത് റെഗുലറായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിലെല്ലാവരും തന്നെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളുടെ വീട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മളത് കണ്ടും കേട്ടും അവർ പറഞ്ഞു തന്നും പഠിച്ചും ഒക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം മുടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു +2 ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് എൻ്റെ മുടി 10th +2 ലീവ് കഴിഞ്ഞപ്പോഴാണ്, ലീവിൻ്റെ സമയത്താണ് നമ്മളുടെ മുടി നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങുന്നു, നമ്മൾ എണ്ണ വയ്ക്കാൻ തുടങ്ങുന്നു, എണ്ണ കാച്ചി തരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ കൺസിസ്റ്റൻസിയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എണ്ണ വയ്ക്കലും മുടിയിൽ മസാജ് ചെയ്യുകയും അല്ലെങ്കിൽ ഫേസ് കെയർ ചെയ്യുകയും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മളിത് കണ്ടാണ് വരും, നമ്മളും റിസർച്ച് ചെയ്യാൻ തുടങ്ങി. സോ സ്റ്റിൽ ഐ ആം റിസർച്ചിങ് ഓൺ ഓൾ ദിസ്. നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോഴും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും, എനിക്ക് അറിയാമെങ്കിലും റിസർച്ച് ചെയ്യും. അപ്പോൾ ഒന്നും നമ്മൾക്ക് ഈസി അല്ല ലോകത്തിൽ. ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നിനും ഒരു വാല്യൂം കാണത്തില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് വെളുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ബ്ലീച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് 2ാമത്തെ 3ാമത്തെ ദിവസം ഒരു ചെറിയ വെയിലടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു യെല്ലോയിഷ് കളർ വരും. പിന്നെ നിങ്ങൾ പീലാകാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ഫേസ് ഡള്ളായി ഒരു ബ്ലാക്കിലേക്ക് പോയി നിൽക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും ആ ഫേസ് ശരിയാവത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ചിന്തിക്കില്ല. ഞാൻ പറഞ്ഞ ഈ ഡ്രിങ്ക്സുകളൊക്കെ എല്ലാ ദിവസവും നിങ്ങളൊരു 20 ദിവസം 25 ദിവസം കഴിക്കുമ്പോഴേക്കും ചെറിയ വ്യത്യാസം, ഇഞ്ച് ലോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്റ്റൊമക്കൊക്കെ നന്നായിട്ട് ഉള്ളിൽ പോയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെ സ്റ്റൊമക്ക് കാരണം ടയർ പോലെയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെത്താൻ നിങ്ങൾക്ക് അകത്തോട്ടായി നിങ്ങളുടെ ശരീരം ഒരു ഷേപ്പിൽ വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് സാരി ഉടുക്കാനും ഡ്രസ്സ് ഇടാനും ഒക്കെ ഒരു കോൺഫിഡൻറ്റ് തോന്നും. ചിലരുടെ പൊക്കളുടെ മേൽവശത്ത് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ്. സോ അതൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. ഇത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഞാൻ ലേഡീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണമാണ് ഞാൻ ലേഡീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ചാനൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ തന്നെ കാണാറുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ അനലറ്റിക്സിൽ പോയി നോക്കിയപ്പോൾ കണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ പർപ്പിൾ ലൈൻ അങ്ങേയറ്റം വരെയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇപ്പോൾ 50% ഉള്ളൂ. ഞാനൊരു വീഡിയോ എടുക്കാൻ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. അതിന് നിങ്ങൾ ഒന്ന് മാർക്കിടാനായിട്ടാണ് ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം എനിക്ക് അപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വരിക, ഓക്കെ കുറച്ചും കൂടെ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരണം, കുറച്ചും കൂടെ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരണം, നല്ല കണ്ടൻറ്റ് കൊണ്ടുവരണം എന്നൊക്കെ എനിക്ക് തോന്നണമെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടണം. കുറേ പേരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് എനിക്ക് തോന്നുക വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ചുമ്മാ കണ്ടിട്ട് പോകുന്നത് വേറെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് വേറെ. കാരണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്കൊരു മാർക്ക് തരുന്ന പോലെയാണ് ഞാൻ കണക്കാക്കുക. നിങ്ങൾ എൻ്റെ ഫാമിലിയിൽ ഒരു മെമ്പർ ആകുകയാണ് ചെയ്യുക. സോ എൻ്റെ ഫാമിലിയിൽ നിങ്ങളും വന്ന് ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾക്ക് ലാസ്റ്റായിട്ട് നോക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ കിച്ചണിൽ തന്നെയുള്ള ഫെനുഗ്രീക്കാണ്. ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഉലുവ. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നു എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കും ആ പേരൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും ആ പേരൊന്ന് പഠിക്കാനും വളരെ നല്ലതാണ്. ഓക്കെ, ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഉലുവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കർക്കിടക മാസത്തിൽ ഉലുവ കഞ്ഞി ഉണ്ടാക്കി കഴിക്കും. എന്തെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മൾ കഴിക്കും അല്ലേ. അതുപോലെ അത്രയ്ക്കും പവറുള്ള ഒന്നാണ് ഉലുവ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ ഒന്ന് ചൊക്കി കാണിക്കാനും നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ കണ്ടൻറ്റ് കട്ട് ചെയ്ത് കുറയ്ക്കാനും ഒക്കെ കഴിവുള്ള ഒന്നാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. ഉലുവ തലേദിവസം 1 സ്പൂൺ ഉലുവ എടുത്ത് വെള്ളത്തിലിടുക. ഒരുപാട് ഉലുവ കഴിച്ചാൽ ചിലപ്പോൾ ഷുഗർ ഫുള്ളായിട്ട് പോകും. അതുകൊണ്ടാണ് ആഴ്ചയിൽ 1 ദിവസം മാത്രം കഴിക്കാൻ പറയുന്നത്. ഇതെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുക. ബാർലി മാത്രം നിങ്ങൾക്ക് 1-2 ദിവസം കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൻ്റെ കൂളൻ്റായിട്ട് അതിനെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, ഉലുവയും വളരെ കൂളായിട്ടുള്ള ഒന്നാണ്. 1 സ്പൂൺ ഉലുവ എടുക്കുക, തലേദിവസം വെള്ളത്തിലിടുക. നന്നായിട്ട് കുതിർന്നു കഴിയുമ്പോൾ ആ വെള്ളം നിങ്ങൾ കഴുകിയിട്ടാണ് ഇതെങ്കിൽ ആ വെള്ളം തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അരിച്ചിട്ട് ആ വെള്ളം നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക. ഇതുകൊണ്ട് ചർമ്മത്തിന് നല്ല തിളക്കം തരും. കാരണം നമ്മളുടെ വയറിനെ ക്ലീൻ ആക്കും, നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്,
മെറ്റാബോളിസം കൂടും, ദഹനശക്തി കൂടും. അപ്പോൾ നമ്മൾക്ക് എന്താകും, നമ്മൾ കഴിക്കുന്ന എല്ലാ വിറ്റമിൻസും നമ്മുടെ ശരീരത്തോട്ട് കാണിക്കാൻ തുടങ്ങും. നമ്മളുടെ വയറ്റിൽ ആവശ്യമില്ലാത്ത കുപ്പകളൊന്നും ഇരിക്കത്തില്ല, വയറ് ക്ലീനായി കിട്ടും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫേസ് ഗ്ലോ ആകാൻ തുടങ്ങും. നമ്മൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾക്കൊരു 10 വയസ്സ് കുറഞ്ഞതുപോലെ. ഈ എല്ലാ ഡ്രിങ്ക്സിനെ കുറിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഉലുവ നമ്മളുടെ ശരീരത്തിലുള്ള ഷുഗറിനെ കട്ട് ചെയ്യും. ഷുഗർ പേഷ്യൻസ് ഇതുപോലെ ഉലുവ ഇങ്ങനെ വെള്ളത്തിലിട്ട് 1-1.5 ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് അത്രയ്ക്കും നല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റാണ്. നമുക്ക് വണ്ണം കുറയാനും വയറ് കുറയാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ. ഇതൊക്കെ എസ്പെഷ്യലി നമ്മളുടെ ശരീരം ഫാറ്റ് ആകത്തോറും നമ്മൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞു വരും. പ്രത്യേകിച്ച് വയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഒരു ഭംഗി കാണത്തില്ല, നമുക്കൊരു സന്തോഷം കാണത്തില്ലേ. നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് ജീവിക്കില്ല, ആരും ഒന്നും സാക്രിഫൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ സത്യം. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളൊരു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മളെക്കാളും 2 സൈസിലുള്ള എടുത്ത് തരും. നമ്മൾ XL ആണ് നമ്മളുടെ സൈസെങ്കിൽ അവർ 3XL ആണോ മാഡം എന്ന് ചോദിക്കുമ്പോഴേ കഴിഞ്ഞു നമ്മുടെ കോൺഫിഡൻസ് അല്ലേ. അങ്ങനെ ആരെങ്കിലും, ഞാൻ എന്ന് പറയട്ടെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്ന അവരോട് പറയണം, നിങ്ങളുടെ സൈസല്ല, നിങ്ങൾക്ക് 3XL അല്ലേ വേണ്ടത്, എനിക്ക് അത്ര വേണ്ട, ഒരു XL മതി എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ചോദ്യം ഇടുന്നത് അത് അവർ ആ ടെക്സ്റ്റൈൽസ് നിൽക്കുന്നവർ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും അവർക്ക് സെയിൽ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. കാരണം അങ്ങനെ ഒരിക്കലും നമ്മൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മളുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ 3XL സൈസ് തോന്നുന്നുണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷനൊക്കെ ഒന്ന് കുറയ്ക്കണം. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടായിരിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്നും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡെന്നും ഒക്കെ. ഒരുപാട് അതിനകത്തോട് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ് ഉലുവ. നമ്മൾ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റാണ്. നിങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് നിങ്ങൾക്ക് മൺഡേ സൺഡേ, ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം, സൺഡേ ടു മൺഡേ എന്തൊക്കെ ഡ്രിങ്ക്സ് ആണ് നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്നതെന്ന്. ഞാൻ കുറേ ജ്യൂസസ് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ജ്യൂസസ് നിങ്ങൾക്കൊരു 10 മണിക്കാക്കിയിട്ട് ഇതിനെ നമുക്ക് വെറും വയറ്റിൽ കഴിക്കാം. കാരണം നിങ്ങളത് ചോദിക്കും എന്നോട്, അന്ന് പറഞ്ഞ ജ്യൂസ് അപ്പം കഴിക്കണ്ടേന്ന് ചോദിക്കാം. അന്ന് പറഞ്ഞ ജ്യൂസ് നിങ്ങൾക്ക് 10 മണിക്കോ 11 മണിക്കോ ബ്രേക്ക്ഫാസ്റ്റിനപ്പുറം കഴിക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് വെറും വയറ്റിൽ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ പ്രയോജനം കിട്ടുന്നതാണ്. ഇതൊക്കെ നമ്മളുടെ കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണെന്ന് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സന്ധിയിലും നമ്മളുടെ ഈ ജോയിൻസിലും ഒക്കെ കിടക്കുന്ന ആ ഒരു ഗ്യാസൊക്കെ നമുക്ക് റിലീസായി കഴിയുമ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ നടക്കുന്നതിനും സ്റ്റെപ്പ് കയറുന്നതിനും ഒക്കെ ഒരു പഴയ നമ്മൾ കോളേജിൽ പഠിച്ച സമയത്ത് ഒരു ഈസിനെസ് ഫീൽ ചെയ്യും. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ നമ്മൾക്ക്. അത് ഭയങ്കര നല്ലൊരു, അതായത് ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. മറ്റേ എനിക്ക് കുറേ വലിയ സ്റ്റെയർ കേസൊക്കെ കയറുമ്പോൾ മനസ്സിലൊരു പേടി വരും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് വൺസ് ഞാൻ സ്റ്റെയർ കേസിൽ നിന്ന് വീണിട്ടുണ്ട് ഒരു പ്രാവശ്യം കോളേജിൽ. മഴ സമയത്ത് ബ്ലാക്ക് കളർ സ്റ്റെയർ കേസിൽ ഗ്രീൻ കളർ മാറ്റി തെന്നിയിട്ട് ഓൾമോസ്റ്റ് ഒരു 20 സ്റ്റെയർ കേസിനോളം ഞാൻ താഴെ വീണു. ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല. കുറച്ച് ലിഗമെൻറ്റ്സ് ഒരുമാതിരി സ്ട്രെച്ചായി, കുറച്ച് കാലിന് കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ റെഗുലറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീണ ട്രോമയായിരിക്കും എനിക്കെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുറിവെണ്ണത്തേക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ വീണത് കാരണം കാലിലൊരു ലെഗമെൻറ്റ് സ്ട്രെച്ച് ഉണ്ടായത് കാരണം ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു. ആ ബോഡി കുറച്ച് വെയിറ്റ് കൂടി. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന വാക്കിംഗ് ഇല്ല, ജിമ്മിൽ പോകാൻ പറ്റില്ല, ത്രെഡ്മിൽ പറ്റില്ല, സൈക്ലിംഗ് പറ്റില്ല, അങ്ങനെയൊക്കെ ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് കൂടി. ഇപ്പോൾ എല്ലാം റെഡിയായി വരുന്നുണ്ട്. എനിക്ക് വെയിറ്റ് കുറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് മൊത്തം എൻ്റെ വെയിറ്റിൻ്റെ പ്രശ്നമായിരുന്നു എന്നുള്ളത്. മനസ്സിലായോ? നമ്മൾക്ക് വെയിറ്റ് കുറയുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നൊരു ഈസിനെസ് ഉണ്ട് ശരീരത്തിന്. അത് ഭയങ്കര കോൺഫിഡൻസ് തരും നമ്മൾക്ക്. കാരണം ആരുടെയും ഹെൽപ്പില്ലാതെ നമ്മൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ട് വേറെ ഒന്നുമില്ല ലൈഫിൽ. അത് മനസ്സിലാക്കുക. അതുപോലെ കുറേ ഡൗട്ടുകൾ നിങ്ങൾക്കിപ്പോൾ വരാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഈ വീഡിയോയുടെ അടിയിൽ ഈ വീഡിയോയുടെ ഡൗട്ടുകൾ ചോദിക്കാം. വേറെ കുറേ പണ്ടുള്ള വീഡിയോ ഡൗട്ടുകൾ വന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ ബാക്കിലോട്ടുള്ള വീഡിയോയുടെ ഡൗട്ടിൽ അത് കാണുമ്പോൾ അവിടെ തന്നെ ഡൗട്ടുകൾ ചോദിക്കാം. ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനി മുതൽ നിങ്ങൾ ചോദിക്കുന്ന
ഇപ്പം ഞാൻ പറയാത്തതുകൊണ്ട് ഇപ്പം ഇന്ന് കാണിക്കുന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. സെലക്റ്റഡ് ഒരു 3 കമൻസ്, എന്നെ അപ്രീസിയേറ്റ് ചെയ്യുന്ന കമൻസുകളല്ല കേട്ടോ, നിങ്ങളുടെ ഡൗട്ടുകൾ എനിക്ക് ഓക്കെ ആണ്, ഇത് റീസണബിൾ ആണ്, ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടായിരിക്കും എന്ന് തോന്നുന്ന 3 കമൻറ്റുകൾ ഞാൻ കട്ട് ചെയ്ത് സ്ക്രീനിൽ കാണിച്ചിട്ട് അതിൻ്റെ ഡൗട്ടുകൾ ഇനി എല്ലാ വീഡിയോയിലും ഒരു 3 കമൻറ്റ് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. എൻഡ് ഓഫ് ദ വീഡിയോ അല്ലെ മിഡിൽ ഓഫ് ദ വീഡിയോ ഓർ ബിഗിനിങ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യുക, അല്ലെ ഇൻ ബിറ്റ്വീൻ ഞാൻ ആഡ് ചെയ്ത് ഓരോ കമൻസിനും മറുപടി പറയുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ തന്നെ ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് വിചാരിക്കരുത്. എല്ലാ ഫുഡും എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലമാണ്. ബട്ട് സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ പിണക്കങ്ങളെയും അകൽച്ചകളെയും നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യനാണ്, അതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണമല്ല, അതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉള്ളതാണ്. ആ ഒരു ഗ്യാപ്പിനെയൊക്കെ ഒന്ന് വിളക്കി തട്ടാൻ ജുവൽസ് വിളക്കി ചേർക്കുന്നത് പോലെ നമുക്കതൊക്കെ ഒന്നും നമ്മളുടെയും മൈൻഡിലുള്ള നമ്മളോട് റിപ്പീറ്റഡായിട്ട് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ദേഷ്യം അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തു പോകാനായിട്ട് ഒരുപാട് നല്ല കാര്യമാണ് ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാളെയും ഓണം തന്നെയാണ്. ഓണം ആഘോഷിക്കുക, റിലേറ്റീവ്സിനെയൊക്കെ പോയി കാണുക. ടോക്സിക് ആയിട്ടുള്ള ആളുകളെ കാണണം എന്നൊരിക്കലും ഞാൻ പറയില്ല. അങ്ങനെയുള്ള റിലേറ്റീവ്സ് നമുക്കില്ലാതിരിക്കുക തന്നെയാണ് നല്ലത്. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പഠിക്കുക. അല്ലാതെ നമ്മൾക്ക് കുറച്ച് പേര് കാണുമല്ലോ, നമ്മൾ എന്താ പറയണ്ടേ, ഹൈ ബൈ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രണ്ട്സിനെ കാണാൻ പോവുക, നല്ല നല്ല ഫുഡ് ഉണ്ടാക്കുക. എല്ലാ ഫുഡും ഉണ്ടാക്കണം എന്നില്ല, പറ്റുന്ന നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സെർവ് ചെയ്യുക. ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബ്ലോട്ട് ഉണ്ടാവും നമ്മൾക്ക്. അപ്പോൾ ഈ ഡ്രിങ്ക്സൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തിരുവോണമൊക്കെ കഴിഞ്ഞ് കാണും. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ 50 ഗ്രാം വാങ്ങിച്ചൊരു ഡബ്ബയിലാക്കി വെച്ചാൽ മതിയാകും. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ ബാർലി നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൊടിച്ച് ചൂടുവെള്ളത്തിലിട്ട് കഴിച്ചാലും നല്ലതാണ് കേട്ടോ. അതിലും നല്ലത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ ബാർലിയോടെ കഴിക്കുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ ബാർലി വെള്ളം കുടിക്കുന്നതുകൊണ്ടും ഈ ഫെനുഗ്രീക്കൊക്കെ കുടിക്കുന്നതുകൊണ്ടും വേറൊരു ഗുണം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, യൂറിനറി ബേണിങ്സ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി മെനോപോസ് പീരീഡിൽ കുറേ പേര് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് യൂറിനറി ഇൻഫെക്ഷൻ, യൂറിനറി ബേണിങ് സെൻസേഷൻ, അല്ലെങ്കിൽ ബാഡ് സ്മെല്ല്, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അതിനെയൊക്കെ ക്യൂർ ചെയ്യാനും നല്ലതാണ്. അതുപോലെ നല്ലൊരു സാധനമാണ് ഞെരിഞ്ഞിലെന്ന് പറയുന്നത്. ഞെരിഞ്ഞിലും നിങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ ഇത് വളരെ നല്ലതാണ്. അതും ഇതുപോലെ തന്നെ നമ്മളെ ശരീരം മെലിയാനും യൂറിൻ ഒരുപാട് പോകാനും ഒക്കെ നല്ലതാണ്. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും നമുക്ക് ഫേസിൽ നല്ല ഗ്ലോ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്. എല്ലാം ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നന്നായിട്ട് ചെയ്യുക. ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കുക. ഞാൻ സ്കിൻ കെയർ, ഹെയർ കെയർ ആണ് കേട്ടോ പറയുന്നത്. ലൈഫിലും അതുപോലെ തന്നെയാണ്. ഒന്നും കൂടെ മനസ്സിലാക്കുക. വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കാണുക, കണ്ടിട്ട് ഡൗട്ട് ചോദിക്കുക. അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഡൗട്ട് വന്നു ഉടനെ ഒരു കമൻറ്റ് ഇട്ട് വന്നിട്ട് ചോദിക്കുകയോ സോറി ഞാൻ ആദ്യം ബാക്കി കണ്ടില്ല. അങ്ങനെയല്ല, നിങ്ങളത് ഫുള്ള് കാണാനുള്ള ക്ഷമയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുക? ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ. കുറച്ച് നാൾ ചെയ്തിട്ട് വിടാൻ പറ്റുമോ? നിങ്ങളുടെ സ്കിൻ എത്രത്തോളം നിങ്ങളുടെ ലൈഫിലുണ്ടോ അത്രത്തോളം നാൾ സ്കിൻ കെയർ ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം, ലൈഫിനെയും കെയർ ചെയ്യണം, സെൽഫ് കെയർ ചെയ്യണം, സെൽഫ് ലവ് ചെയ്യണം. ഇതൊക്കെ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണണം വരെ ടേക്ക് കെയർ.